എൻ്റെ സർക്കിളിലുള്ള കുറച്ച് ട്വിറ്റർ ഫ്രണ്ട്സൊക്കെ ഹൃദയം ക്രിഞ്ചാണ് എന്ന് പറയുന്നത് കുറച്ചായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ പ്രേമലുവിലെ ഹൃദയത്തിൻ്റെ സ്പൂഫ് സെഗ്മെൻറ്റ്സ് വന്നപ്പോൾ ഈ ഡിസ്കഷൻ പിന്നെയും കുത്തിപ്പൊക്കിയിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ടേക്കാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ കാണുന്ന ഒരു സിനിമ, അതിനെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് തോന്നണം എന്നില്ല. ലൈക്ക് എനിക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കും. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ് ഇത് പോകുന്നത്. പക്ഷേ ഞാൻ ട്വിറ്ററിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഹൃദയം ക്രിഞ്ചായിട്ട് തോന്നുന്നത് എന്ന്. അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് ഒരുപാട് കമൻറ്റ്സ് കിട്ടി. അതിനെക്കുറിച്ചിട്ടാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. ഇങ്ങനെ കുറേ റെസ്പോൺസുകളൊക്കെ എടുത്ത് വായിച്ചപ്പോൾ അതിൽ കോമൺ ആയിട്ട് പലരും ക്രിഞ്ചായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത് വിനീത് ശ്രീനിവാസൻ റൊമാൻസിന് വേണ്ടി കൊണ്ടുവരുന്ന ഫാൻറ്റസി ട്രോപ്പുകൾ ഇടുമ്പോഴാണ്. പേഴ്സണലി എനിക്ക് ഹൃദയത്തിൽ അത്തരം സംഭവങ്ങൾ ഒരു കല്ലുകടിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ അതൊക്കെ വർക്കായ പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞെട്ടിപ്പിച്ചൊരു കാര്യം എന്തെന്നാൽ വിനീതിൻ്റെ ഫാൻറ്റസികളെ കുറിച്ച് സംസാരിക്കുന്ന ടൈമിൽ അതിനോട് റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യം പറയുമ്പോൾ തട്ടത്തിൻ മറയത്ത് വരെ ക്രിഞ്ചാണെന്ന് പറയുന്നവരെ ഞാൻ കണ്ടു. പിന്നെ എനിക്കതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പേഴ്സ്പെക്റ്റീവ് അല്ലേ, ആ വഴിക്ക് പോട്ടെ, അത്രയേ ഉള്ളൂ. ഈ അരുൺ എന്ന ക്യാരക്ടറിന് ചില പ്രോബ്ലമാറ്റിക്കായ ചില സംഭവങ്ങളുണ്ട്. തൻ്റെ ലവർ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ വേറെ ആളോട് പോയിട്ട് ലവറില്ല എന്ന് പറയുന്നു. എന്നിട്ട് ദർശന ഇതിൻ്റെ പേരിൽ അരുണിനെ ഒഴിവാക്കുമ്പോൾ ഇയാൾ അതിന് റിവെഞ്ചായിട്ട് പോണൊക്കെ കണ്ടിട്ട് മാസ്റ്റുബേറ്റ് ചെയ്യുന്നു. കൈൻഡ് ഓഫ് പ്രോബ്ലമാറ്റിക് സ്റ്റെപ്സ്. പക്ഷേ ഇതൊന്നും ഗ്ലോറിഫൈഡ് അല്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഗ്ലോറിഫൈ ആവാത്ത സ്ഥിതിക്ക് പ്രോബ്ലമാറ്റിക്കായിട്ട് കാണിക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ. പിന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ ഈ ദർശനയ്ക്ക് അരുണിനോടുള്ള ഒബ്സഷനൊക്കെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിത്യരുണിൻ്റെ ലൈഫിൽ വന്നത് ഇവർക്ക് പിടിക്കുന്നില്ല. അതിലൊരു തരം ജലസി ഒക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഓക്കെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് വാഷ് അടിച്ച് വെച്ച് ഗ്ലോറിഫൈ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഹൃദയം ഇറങ്ങിയ ടൈമിലൊന്നും ഞാൻ ഈ സിനിമയെക്കുറിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനത്തെ രീതിയിൽ പറയുന്നതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഭയങ്കര ബാഡായൊരു കൾച്ചർ ഇവിടെയുണ്ട്. നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചിട്ട് ഒരാൾ എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കൂട്ടത്തോടെ വന്നിട്ടുള്ളൊരു അറ്റാക്കാണ്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു സിനിമ ഇഷ്ടമായില്ല അല്ലെങ്കിൽ ഇഷ്ടമായി എന്നൊക്കെ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറയണതിനിപ്പോൾ എന്താണ് പ്രശ്നം? ഇനി ഈ പറയുന്ന സംഭവം ഉള്ളതാണെന്ന് അറിയില്ല. ഇഷ്ടമായില്ലെങ്കിൽ ഇത്തരം അറ്റാക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇഷ്ടമായില്ല എന്ന് ചിലരൊന്നും പബ്ലിക്കായിട്ട് പറയില്ല. പക്ഷേ OTT റിലീസ് ആകുമ്പോൾ അപ്പോൾ ഈ സിനിമകളൊന്നും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് ചിലരൊക്കെ രംഗത്ത് വരും. ഒരു സിനിമ ഇഷ്ടമാവാതിരിക്കാനും എല്ലാവർക്കും ഓരോരോ കാരണങ്ങൾ കാണും. പക്ഷേ ഇതെവിടെയാണ് റോങ് ആവുന്നത് എന്ന് വെച്ചാൽ ഈ സിനിമ ഓവർ റേറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് ഈ സിനിമകൾക്ക് വിജയിപ്പിച്ചു വിട്ടതെന്ന് പറയുമ്പോഴാണ് ഇത് റോങ് ആവുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും പേഴ്സണൽ അഭിപ്രായം മാറിയിട്ട് അത് ജനറലായിട്ട് പറയുന്ന പോലെ ആവും, വിച്ച് ഈസ് റോങ്. കാരണം ഒരു സിനിമ കണ്ടിട്ട് ഇതുപോലൊക്കെ പറയുമ്പോഴത്തേക്കും അത് വിജയിപ്പിച്ചു വിട്ടവരെ പൊട്ടന്മാരാക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇതൊക്കെ. ഹൃദയത്തിന് ക്രിഞ്ചെന്ന് വിളിക്കുന്നവരെ ഞാനൊന്നും പറയില്ല. കാരണം ഒരു സിനിമ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പെർസ്പെക്റ്റീവിൽ അതിന് വന്നൊരു മീനിങ് ഉണ്ട്, അതിനനുസരിച്ചുള്ളത് നമുക്ക് പറയാനാകും. പക്ഷേ ഇതെന്നെ മറ്റൊരാൾക്ക് തോന്നണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹൃദയം ക്രിഞ്ചാണെന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഹൃദയം ക്രിഞ്ചല്ല എന്ന് പറയാൻ നിൽക്കില്ല. കാരണം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന ഹൃദയമല്ല അയാൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഹൃദയത്തിനെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞാൽ അയാൾക്ക് അത് മനസ്സിലാവണം എന്നില്ല. തിരിച്ചും ഓപ്പോസിറ്റ് രീതിയിൽ റിയാക്ട് ചെയ്താൽ എനിക്കും അങ്ങനെ തന്നെ ആവും. പിന്നെ പ്രേമലുവിൻ്റെ കാര്യം പറയുമ്പോൾ സിനിമകളെ സ്പൂഫ് ചെയ്യണം. കാരണം നമ്മുടെ ഇവിടെ ഒന്നും ഈ സ്പൂഫ് രീതിയിലുള്ള സീനുകളോ സിനിമകളോ ഒക്കെ വരുന്നത് വളരെ റെയറാണ്. അങ്ങനത്തെ സമയത്ത് ഇതൊക്കെ വരുമ്പോൾ ഞാനിതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. കാരണം എനിക്ക് ഇതും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇഷ്ടപ്പെട്ട സിനിമകൾ ആരെങ്കിലും സ്പൂഫ് ചെയ്താലോ നോ ഒഫൻസ്, അതൊക്കെ അംഗീകരിക്കാൻ ഒക്കെ പറ്റും. ഇത്തരം സംഭവങ്ങളൊക്കെ ഇനിയും വരെ ഞാൻ സപ്പോർട്ട് ചെയ്യും, അതിലൊന്നും എനിക്ക് പ്രശ്നമല്ല. സോ ഹൃദയം നിങ്ങൾക്ക് ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടോ? അതെന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.